അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയുമോ? നല്ല കൊള്ളിയും ചിക്കനും കൂടി ഉടച്ചതാണ്, അല്ലെങ്കിൽ കപ്പയും ചിക്കനും കൂടി ഉടച്ചത് കിട്ടാം, നല്ല തട്ടുകട സ്റ്റൈലിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അത് ചൂടാക്കി എടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പീസും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ മസാലപ്പൊടി നല്ല മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. മാഗി ക്യൂബൊക്കെ ഇതിൽ ഉടഞ്ഞ് ചേർന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പ് അത്യാവശ്യത്തിന് അതിലുണ്ടാവും. പിന്നെ നമുക്ക് പോരെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത് എല്ലായിടത്തും നല്ലപോലെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വിസിലടുപ്പിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിലിട്ടിട്ട് ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതങ്ങനെ 2 വിസിലടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ 2 കൊള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നുറുക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കൊള്ളിയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. കൊള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്ന് അറിയില്ല. ഞങ്ങൾ കൊള്ളി എന്നാണ് ഇവിടെ പറയുക. നമ്മൾ തൃശ്ശൂർക്കാരുടെ കൊള്ളിയാണിത്. ചിലയിടത്ത് ഇത് കപ്പ എന്ന് പറയും. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ് ഇതിനെ കൊള്ളി എന്ന് പറയുന്നത്. ഞാൻ അധികം കേട്ടേക്കണേ. പിന്നെ എന്തൊക്കെയാണ് പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കുറേ പേരുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് മുഴുവൻ ഇങ്ങനെ നുറുക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ കൊള്ളി നന്നാക്കിയെടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുഞ്ഞുള്ളി, 2 പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വഴലതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ഇത് മിക്സാക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കൊള്ളിയുടെ ആ ഒരു ഫ്ലേവർ അതുപോലെ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ വേവിച്ച കൊള്ളി ഇതേ വെള്ളം ഊറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതും അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നല്ലപോലെ മിക്സാക്കി നല്ലോണം ഇളക്കി ഉടച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് ഇതിൽ വറ്റി വരണം. അതായത് ആ ചിക്കൻ വേവിച്ച വെള്ളമൊക്കെ കൊള്ളിയിൽ പിടിച്ച് നല്ലപോലെ വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല മസാല ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഒന്നുകൂടി ഉടച്ചിങ്ങനെ കൊടുക്കാം. നമ്മളിങ്ങനെ പരന്ന പാത്രത്തിലാണ് വെച്ച് വെച്ചാൽ നമുക്കൊരു ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാമായിരിക്കും.
അപ്പോൾ അതാ നമ്മുടെ തട്ടുകട സ്റ്റൈല് കൊള്ളിയും ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കൊള്ളിയുടെയൊക്കെ സീസൺ ആണല്ലോ, കൊള്ളി പറിക്കണ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കി നോക്കൂട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന്.